ചാമ്പ്യന്മാരാകാനുള്ള കിരീട പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും മുഖാമുഖം വരികയാണ്. പ്രവചനങ്ങളൊക്കെ അസാധ്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മത്സര വിശകലനങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. നമുക്കൊപ്പം പോർച്ചുഗലിൽ നിന്നും സുബിൻ പാവൂർ ചേരുന്നുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചറാണ്. സുബിൻ, എന്തായാലും അങ്ങനെ ഫൈനൽ മത്സരം എത്തിയിരിക്കുകയാണ്. മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് രണ്ട് ശക്തരായ ടീമുകൾ. മെസ്സിപ്പടയുണ്ട്, ഡിഫൻസ് തീർക്കുന്ന സ്പെയിനുണ്ട്. രണ്ടും ശക്തരായ രണ്ട് ടീമുകളാണ്. രണ്ടുപേരും ഇന്ന് നേർക്കുനേർ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തു നിൽക്കുന്നത് മെസ്സിപ്പട, അതായത് അർജന്റീന വിജയിക്കുക എന്നുള്ളൊരു ഇതാണ് ഒരു ഭൂരിഭാഗം ആരാധകരും കാത്തിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? ആരാണ് ചാമ്പ്യന്മാരാകുക? അർജന്റീന ഫാൻ അർജന്റീന ജയിക്കണം എന്നാണ് എനിക്കും ഉള്ളത്. പക്ഷേ ഇപ്പൊ ഈ സമീപകാലത്തെ സ്പെയിനിന്റെ ഒരു പെർഫോമൻസ് എടുത്തു നോക്കിയാൽ അർജന്റീനക്ക് അത് അത്ര എളുപ്പമാകാൻ ചാൻസ് ഇല്ല. കാരണം നല്ല ഫോമിലാണ് അവരുടെ ഫോർവേഡ് ആയാലും വൈക്കർ സബാലായാലും ലാമിൻ യമാലും ഒക്കെ. ഒയാർസാബാൽ ഇപ്പോൾ ലാസ്റ്റ് അഞ്ച് ഗോളുകൾ എടുത്ത് ഒയാർസാബൽ ഫോർവേഡിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാമിൻ യമാൽ വിങ്ങിലോ കൂടെയുള്ള ഒരു നീക്കങ്ങൾ നടത്തി ബോക്സിലേക്ക് കടക്കുന്നത്, അതൊക്കെ കൊണ്ട് അർജന്റീനയ്ക്ക് എത്രത്തോളം സ്പെയിനിനെ പിടിച്ചു കെട്ടാൻ പറ്റിയെന്ന് കളി കണ്ടു തന്നെ പറയേണ്ടി വരും. കാരണം സ്പെയിന് അർജന്റീന എപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ മത്സരങ്ങളിലും അവസാനത്തെ 2 മത്സരങ്ങളിലും അർജന്റീന മെസ്സിയെ ആശ്രയിച്ച് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറുവശത്താകട്ടെ സ്പെയിൻ എപ്പോൾ ഒരു ടീം വർക്കിലൂടെ അവരുടെ ഡിഫൻഡർമാരായാലും അതുപോലെ തന്നെ സെൻട്രലിൽ റോഡ്രി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ക്യാപ്റ്റൻ റോഡ്രി ആയാലും വളരെ മികച്ച പ്രകടനമാണ്. റോഡ്രി കളി നിയന്ത്രിച്ച് കളിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ഒരു താരം തന്നെയാണ് റോഡ്രി. അതൊക്കെ കൊണ്ട് എത്രത്തോളം അർജന്റീനക്ക് അവരുടെ ഒരു ടീം പെർഫോമൻസിനെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് ഈ മത്സരത്തിൽ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അർജന്റീന ഈ അവസാനത്തെ 2 കളികളും ജയിച്ചത് അർജന്റീന ഒരു ഡൂ ഓർ ഡൈ മാച്ച് എന്ന രീതിയിലായിരുന്നു അവസാനത്തെ 2 മാച്ചുകളും അർജന്റീന കളിച്ചത്. ഇംഗ്ലണ്ടിനുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ഫുൾ അറ്റാക്കിങ്ങിലേക്ക് നീങ്ങി അവസാനം എന്ത് വില കൊടുത്തും ജയിക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ് അർജന്റീനക്ക് ആ കളി വിൻ ചെയ്യാൻ പറ്റത്. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ടാക്ടിക്സും കൊണ്ട് സ്പെയിനിനെതിരെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്പെയിനിന്റെ രണ്ട് വിങ് ബാക്കുകൾ പെഡ്രോ പോറയും കുക്കറയിലും അവർ രണ്ടുപേരും നിരന്തരം ഓവർലാപ്പ് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം കാണാൻ സാധിച്ചു. അത് ബേസ് ചെയ്ത് നോക്കിയാൽ അർജന്റീനയുടെ ഭാഗത്ത് അങ്ങനെ ഒരു മൊളീനയും അതുപോലെ തന്നെ തഗ്ലിയാഫിക്കയും ഒന്നും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മെസ്സി എത്രത്തോളം പെർഫോം ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഇതുവരെ നമ്മൾ അർജന്റീനയുടെ കളി കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു മത്സരത്തിൽ ടീം വർക്കിലൂടെ ഒരു വിജയത്തിലേക്ക് അർജന്റീനയ്ക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മറുവശത്ത് സ്പെയിനിന്റെ ഫോർമേഷൻ തന്നെ അവരൊരു കഴിഞ്ഞ കളിയിൽ അവർ ഫോർമേഷൻ 4-1-2-3 ഒരു ഫോർമേഷനിലാണ് അവർ കളിച്ചത്. ആ ഫോർമേഷൻ തന്നെ ഏറ്റവും കൂടുതൽ അവർ സ്പേസ് ഉണ്ടാക്കി പാസ് ചെയ്ത് കളിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിച്ചു ഫ്രാൻസിനെതിരെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് സ്പെയിൻ മാറുമ്പോൾ അതിന് എത്രത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഡീപോളിന് പകരം സിമോണിനെ ഇറക്കി കോച്ച് സ്കലോണി സിമോണിനെ കൊണ്ട് പലതരത്തിലുള്ള ഒരു നമുക്ക് ഫിസിക്കലി ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഗെയിം കാണാൻ സാധിച്ചു. പക്ഷെ ആ ഒരു ഗെയിമൊക്കെ സ്പെയിനിന്റെ അടുത്ത് എത്രത്തോളം സ്പെയിനിന്റെ യുവനിരയാണ്, അതുപോലെ തന്നെ ഓൽമോ മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കുന്ന ഓൽബോ ആയാലും ഫാബിയാൻ റൂയിസ് ആയാലും ഇവരൊക്കെ ഒത്തിണക്കത്തോടെ പാസ് ചെയ്ത് ബോക്സിനകത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. മറുവശത്ത് മെസ്സി ആയാലും മിക്കവാറും ജൂലിയൻ അൽവാരസ് ആയിരിക്കും ഫസ്റ്റ് ലെവലിൽ ഫോർവേഡ് മെസ്സിക്കൊപ്പം ഉണ്ടാവുക. അപ്പം ജൂലിയൻ അൽവാരസിന്റെയും മെസ്സിയുടെ ഒക്കെ ഒരു പെർഫോമൻസും മിഡ്ഫീൽഡ് നോക്കിയാൽ മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസും മക്കാലിസ്റ്ററും ഒക്കെ എത്രത്തോളം മെസ്സിയോട് ഒന്നിച്ച് പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഇന്നത്തെ കളിയിലൊരു റിസൾട്ട്. കളി എന്ത് പറഞ്ഞാലും പ്രഡിക്റ്റബിൾ അല്ല. നമുക്ക് ഈ മത്സരം പ്രഡിക്റ്റബിൾ ആയി കാണാൻ പറ്റില്ല. കാരണം ഇരു ടീമുകളുടെയും പെർഫോമൻസ് അവസാനത്തെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയെന്ന് നമുക്ക് കണ്ടതാണ്. മത്സരം ഫുട്ബോളിൽ അർജന്റീന 2 കളിയും പരാജയപ്പെട്ടു എന്ന് കരുതിയെടുക്കുന്ന അവരുടെ ഒരു മനോധൈര്യം മൈൻഡ് സെറ്റ് കൊണ്ട് വിജയിച്ചു വന്നൊരു ടീമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അർജന്റീന ഈ മത്സരവും നേരിടും തന്നെയാണ് പ്രതീക്ഷ. എന്നിരുന്നാലും സ്പെയിനിനും വിജയ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഒക്കെ നമുക്ക് കാണാതിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നത് സ്പെയിനാണ് കൂടുതൽ വിജയ സാധ്യതയുള്ളതെന്നാണ്. പക്ഷെ എന്നിരുന്നാലും മെസ്സിയും കൂട്ടനും ആ ഒരു സ്പെയിനിന്റെ വിജയ സാധ്യതയെ മറികടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് എത്രത്തോളം എത്തുമെന്ന് നമുക്ക് മത്സരത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം
പെദ്രോ പോറ കഴിഞ്ഞ മത്സരത്തിൽ പെദ്രോ പോറ ഒരു റൈറ്റ് വിങ്ങിലൂടെ പെദ്രോ പോറയെ നടത്തുന്നു. അത് കണക്ക് അവിടെ ഓൽമോയും പെദ്രോ പോറയും ലാമിൻ യമാൽ ആ ഒരു ഭാഗത്തും, മറുവശത്താണെങ്കിലും കുക്കുറെല്ലയുടെ ഒരു മുന്നേറ്റവും, അവിടെ കുക്കുറെല്ല, അലക്സ് ബെയേന, ഇവരൊക്കെ ഫാബിയൻ റൂയിസ് ഒക്കെ നടത്തുന്ന ഒരു മുന്നേറ്റവും, ഇതൊക്കെ എത്രത്തോളം അർജന്റീനയുടെ കളി, അർജന്റീന കഴിഞ്ഞ കളിയിൽ ആദ്യം നമുക്ക് കണ്ടതാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ അർജന്റീന സമീപിച്ചത് പരമാവധി പ്രസ് ചെയ്ത് ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുക, അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ച് ചെയ്ത് ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു രീതിയാണ്. ആ ഒരു രീതി തന്നെ ഈ മത്സരത്തിൽ തുടരും. അല്ല, സിമോണിക്ക് പകരം ഡീപോളാണ് വരാൻ ചാൻസ്. ഡീപോൾ ആണെങ്കിൽ കൂടുതലും ഒരു പാസിങ്ങിലൂടെ ഉള്ള ഒരു മുന്നേറ്റങ്ങളും കാണാൻ സാധിക്കും. എന്നിരുന്നാലും അർജന്റീന വിജയിക്കട്ടെ എന്നാണ് ആഗ്രഹം. കാരണം ഒരു മെസ്സി ഫാൻ കൂടിയാണ്. അപ്പൊ അർജന്റീന വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണുള്ളത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഫൈനൽ മത്സരത്തിൽ അർജന്റീന എന്ത് തന്ത്രം ഇറക്കും, അതല്ല സ്പെയിൻ എന്ത് തന്ത്രമാണ് ഇറക്കുക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി നമുക്കൊപ്പം സുബിൻ പവർ ചേരുന്നുണ്ട്. സുബിൻ, എന്തായാലും അർജന്റീന ആരാധകനാണെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അറിയേണ്ടത്, ഇപ്പോൾ അർജന്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ മെസ്സി എന്ന പേരാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. അതുപോലെ തന്നെ റോഡ്രിയുടെ സ്പെയിൻ, ആ ഒരു പേരിലാണ് സ്പെയിനും അറിയപ്പെടുന്നത്. യമിൻ യമാലും ഉണ്ട്. ഒപ്പം ഈ ഒരു പേരുകളല്ലാതെ, ഈ ഒരു താരങ്ങളല്ലാതെ രണ്ടും ശക്തരായ രണ്ട് ടീമുകളാണ്. ആ ടീമിലുള്ള മറ്റ് ശക്തരായ മറ്റ് പടയാളികൾ അല്ലെങ്കിൽ മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്? ഇതിനെപ്പറ്റി ഒരു വിശദാംശം നൽകാമോ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈവൻ ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സ് പോലും അതിശക്തരായ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നമുക്കറിയുന്നത് പോലെ അവസാന മത്സരത്തിൽ വിജയ ഗോൾ നേടിയത് ലൗതാറോ മാർട്ടിനസ് ആയിരുന്നു. ഇന്റർ മിലാന് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ലൗതാറോ മാർട്ടിനസ്. അതുപോലെ തന്നെ മറുവശത്ത് നോക്കിയാൽ പോർച്ചുഗലിനോടുള്ള മാച്ചിലും മെറീനോ വന്നിട്ടാണ്. മെറീനോ 85 70 മിനിറ്റുകൾക്ക് ശേഷമാണ് കോച്ച് ഫ്യുവന്റെ മെറീനോയെ 2 മത്സരങ്ങൾ അയച്ചത്. ആ 2 മത്സരങ്ങളിലും വിജയ ഗോൾ നേടിയത് മെറീനോ ആണ്. ഇത് നോക്കിയാൽ തന്നെ, ബെഞ്ച് സ്ട്രെങ്ത് നോക്കിയാൽ തന്നെ ഇരു ടീമുകൾക്കും, സ്പാനിഷ് ഫുട്ബോളിൽ നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് 5 ലീഗുകളിൽ ഒന്നാണ് സ്പാനിഷ് ഫുട്ബോൾ. അതിൽ കളിക്കുന്ന താരങ്ങളാണ്. അർജന്റീനയിൽ നോക്കിയാലും യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കുന്ന താരങ്ങളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ സ്പെയിനിൽ നോക്കിയാലും, സ്പെയിനിന്റെ റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമാണ്. അതുപോലെ 8 താരങ്ങൾ, ബാഴ്സലോണയിൽ നിന്ന് തന്നെ ഒരു 8 താരങ്ങൾ സ്പെയിനിന് വേണ്ടി കൂട്ടുകെട്ടുന്നുണ്ട്. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് സ്പെയിനിൻ്റെത്. മറുവശത്തും താരങ്ങളോട് ഇത് നോക്കിയാൽ മെസ്സിക്കപ്പുറം തന്നെ എല്ലാ താരങ്ങളും, ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ നമുക്ക് നോക്കാം മൊളീന, അതുപോലെ തന്നെ മൊളീനെ എടുത്തു നോക്കിയാൽ തന്നെ മൊളീനെ പോലുള്ള കളിക്കാരോ, ഇവരൊക്കെ നല്ല രീതിയിൽ പ്രീമിയർ ലീഗിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരാണ്. മറുവശത്ത് നോക്കിയാൽ സ്പെയിനിന്റെ നോക്കിയാൽ ഇപ്പൊ പറയുന്ന പോലെ റോഡ്രി മാത്രമല്ല, അവരുടെ മുന്നേറ്റ നിരയിൽ ഒയാർസബാലിനെ നമുക്ക് അധികം കൂടുതൽ അറിയില്ലെങ്കിലും സ്പാനിഷ് ലീഗിലെ റിയൽ സോദാദി എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമാണ്. അദ്ദേഹം 29 വയസ്സുകാരനാണ്. അദ്ദേഹം ഈ മത്സരത്തിൽ ഇവരെക്കാട്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 5 ഗോളുകൾ നേടി ഗോൾ വേട്ടയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ഒയാർസബാൽ. അതുപോലെ തന്നെ കുക്കറെല്ല, റയൽ മാഡ്രിഡിന്റെ കുക്കറെല്ല നടത്തുന്ന പെർഫോമൻസ് സ്പെയിനിന് വേണ്ടി, അദ്ദേഹം ഇടത് വിങ്ങിലൂടെ നടത്തുന്ന പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. കുക്കറെല്ല, അതുപോലെ തന്നെ പെദ്രോ പോറോ, കുബാസിയെ സ്പെയിനിന്റെ ഒരു കാര്യം പറയുമ്പോൾ കുബാസി എന്ന വെറും 19 വയസ്സുള്ള ഒരു താരമാണ് കുബാസിയുടെ കാര്യം. കുബാസി പറഞ്ഞ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറെ കണക്കെ കളിക്കുന്ന ഒരു കുബാസിയാണ് നമുക്ക് സ്റ്റോപ്പർ ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. ലാപ്പോർട്ടയും കുബാർസിയും. അപ്പൊ ഈ ഒരു താരങ്ങളും, സ്പെയിനിന്റെ താരങ്ങളെടുത്താൽ ഈ ഒരു 3 പേരിലേക്ക് ഒരിക്കലും ഒതുക്കി പറയാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ റോദ്രിയോ, എമാലോ എന്ന രീതിയിലേക്ക് ഒതുക്കി പറ്റൂല. മെസ്സിയോ, മറുവശത്തെ മെസ്സിയോ, എല്ലാ താരങ്ങൾക്കും അതിൻ്റെതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങൾ തന്നെയാണ്. അർജന്റീനയിൽ ഗോൾ കീപ്പർ അടക്കം എമി മാർട്ടിനസ് ഈ പ്രീമിയർ ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ക്ലബിനായി. അതുപോലെ തന്നെ മക്കാലിസ്റ്ററും പ്രീമിയർ ലീഗിലാണ്. മക്കാലിസ്റ്ററും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. എല്ലാവരും അവരുടെ ക്ലബിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷെ ഒരു ടീമിലേക്ക് വരുമ്പോൾ സ്പെയിനാണ് കുറച്ചുകൂടി ഒത്തിണക്കത്തോടെ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അർജന്റീനയായാലും താരങ്ങളൊക്കെ നല്ല ടോപ്പ് ലീഗുകൾ കളിക്കുന്ന താരങ്ങളാണ്. അവരൊക്കെ അവരുടെ എൻസോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ജൂലിയൻ അൽവാരസ് ഒക്കെ ക്ലബിന് വേണ്ടി നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും. ജൂലിയൻ അൽവാരസിനൊക്കെ ഒരു പ്രത്യേകത നമ്മൾ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടതാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു ബോക്സിനകത്ത് നിന്ന് തന്നെ സ്കോർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ് ജൂലിയൻ അൽവാരസ്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിന്റെ അവസാന കളിയിലെ ഗോളുകൾ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെ മെസ്സിക്കപ്പുറം ഒരു ടീം ഉണ്ട് അർജന്റീനക്ക്, നല്ലൊരു ടീം തന്നെയാണ്, പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു ടീം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും മെസ്സിയെ കേന്ദ്രീകരിച്ചായിരിക്കും അർജന്റീനയുടെ തന്ത്രങ്ങളും. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പ്ലെയറാണ്. മറുവശത്ത് നോക്കിയാൽ
മെസ്സിയുടെ എക്സ്പീരിയൻസ്, മെസ്സിയുടെ അനുഭവ സമ്പത്ത് എങ്ങനെ കുബാർസിയും അതുകണക്കെ ലാപ്പോർട്ടയും പെദ്രോ പോറോ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് കണ്ടറിയണം. മെസ്സിയുടെ എക്സ്പീരിയൻസ്, ഇവർ ലാമിൻ യമാലും വേൾഡ് കപ്പ് പോലുള്ള ഒരു വേദിയിൽ ആദ്യമായാണ് ലാമിൻ യമാലും കുബാർസിയും ഒക്കെ പന്ത് തട്ടുന്നത്. സ്പെയിനിന്റെ പല താരങ്ങളും ആദ്യമാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്ത് രണ്ട് ടീമുകളുടെയും വ്യത്യാസം തന്നെ ആയിരിക്കും. കൂടുതലും ആ ഒരു വേൾഡ് കപ്പിൽ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ഒരു അഡ്വാൻറ്റേജ് മെസ്സിയും കൂട്ടർക്കും തന്നെ ആയിരിക്കും. അവർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്, തുടർച്ചയായി വിജയങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു ടീമാണ്. പക്ഷെ ഒരു ടീം ബേസ് നോക്കിയാൽ, ടീം ബേസിലും പാസിംഗ് ഗെയിമും ഒരു മൊത്തത്തിലുള്ള ഒരു പൊസഷൻ ഗെയിമിലൂടെ അറ്റാക്കിങ്ങിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം നോക്കിയാൽ സ്പെയിന് തന്നെയായിരിക്കും മുൻതൂക്കം. മറുവശത്ത് ബെഞ്ച് സ്ട്രെങ്ത് എടുത്തു നോക്കിയാൽ തന്നെ ഇരു ടീമുകൾക്കും ഏത് സമയത്തും അറ്റാക്കിങ്ങിലും ഡിഫൻസിലും മിഡ്ഫീൽഡിലേക്കും താരങ്ങൾ ഡക്കൗട്ടിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ, താരങ്ങളുടെ ഇത് നോക്കിയാൽ ഇരു ടീമുകളും ഒരുപോലെ തന്നെ എന്ന് പറയാം, താരങ്ങളുടെ ഒരു പെർഫോമൻസ് ബേസ് നോക്കിയാൽ. പക്ഷെ ഒരു ടീം വർക്കിലൂടെ കളി ജയിക്കാനുള്ള ഒരു കഴിവ് നോക്കിയാൽ അത് സ്പെയിനിനായിരിക്കും ഒരു പിടി മുന്നിൽ സ്പെയിൻ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷെ മറിച്ച് അർജന്റീനയുടെ ഒരു സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട് അർജന്റീനയ്ക്ക് കൂടുതലായി. കാരണം നമ്മൾ ഈ രണ്ട് മത്സരത്തിലും കേപ്പ് വെർദെയോടാനും ഈജിപ്തിനോടാനും ഇംഗ്ലണ്ടിനോടാനും സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ജയിക്കാനുള്ള ഒരു കഴിവുണ്ട് അർജന്റീനയ്ക്ക്. ആ ഒരു പരിചയ സമ്പത്തും ടീം ഒത്തിണക്കും അർജന്റീനക്കുണ്ട്. മറുവശത്താണൊക്കെ ഒരു ടീം സ്പിരിറ്റോട് കൂടി ടീം ബേസ് ഗെയിം ബിൽഡപ്പ് ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ സ്പെയിനിനും സാധിക്കും. അതുകൊണ്ട് തന്നെ മത്സരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഈ മത്സരം. കാരണം വേൾഡ് കപ്പ് ഫൈനലാണ്. മറ്റു മത്സരങ്ങളെ പോലെയല്ല. എല്ലാ താരങ്ങളുടെയും പേഴ്സണലായി അവർക്കൊരു വേൾഡ് കപ്പ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ തന്നെ, കരിയറിൽ തന്നെ മറ്റെന്ത് നേടിയാലും വേൾഡ് കപ്പ് വിജയിക്കുക എന്നുള്ളത് എല്ലാ താരങ്ങളെയും പേഴ്സണലി അവർക്ക് ഇമോഷണലി എങ്ങനെയും നേടിയെടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ഡഗ്ഔട്ടിലിരിക്കുന്ന താരങ്ങളായാലും കളിക്കളത്തിൽ ഇറങ്ങുന്ന താരങ്ങളായാലും ആ ഒരു മൈൻഡ് സെറ്റോടെ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ മത്സരം ഇരു ടീമുകളുടെയും കഴിഞ്ഞ പെർഫോമൻസ് നോക്കി നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റുകയില്ല. കഴിഞ്ഞ പെർഫോമൻസ് ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ സ്പെയിനും അർജന്റീനയും 14ഓളം മത്സരങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. അതിൽ 6 വീതം വിജയം സ്പെയിനും അർജന്റീനയും കരസ്ഥമാക്കി, രണ്ട് വീതം സമനിലയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ ഹിസ്റ്ററി നോക്കി നമുക്ക് ഈ ഒരു മത്സരത്തെ ഒറ്റയടിക്ക് ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോക്കും എന്ന രീതിയിലേക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫൈനലാണ്, വേൾഡ് കപ്പിന്റെ ഫൈനലാണ്. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു മത്സരമാണ്. കാരണം ഇതിനു മുന്നേ തന്നെ UEFA-യും അതുപോലെ തന്നെ കോണബോളും കൂടി ഒരു ഫൈനൽ സീമ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും. ആ ഒരു മത്സരം സ്പെയിനും അർജന്റീനയും തമ്മിലായിരുന്നു നടക്കേണ്ടത് ഖത്തറിൽ വെച്ച്. പക്ഷെ അത് നമ്മുടെ ഈ വാറിന്റെ ഒക്കെ ഇഷ്യൂ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതിനു പകരം നമുക്ക് ഫുട്ബോൾ ആരാധകർക്ക് വേൾഡ് കപ്പും ഫൈനൽ സീമയും ഒന്നിച്ച് കിട്ടി. അത് ആസ്വദിക്കുക, ആര് ജയിക്കുന്നതിനപ്പുറത്ത് ഈ മത്സരം പരമാവധി ആസ്വദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം മെസ്സിയുടെ ഒരു അവസാന ലോകകപ്പ് ആകുമോ എന്ന് തീർത്ത് പറയാൻ പറ്റില്ലെങ്കിലും മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കാം. മെസ്സി ഒരു നല്ല രീതിയിൽ ഈ പെർഫോമൻസ് ചെയ്ത് ഗോൾ വേട്ടയിൽ മുന്നിൽ, ഇപ്പോൾ എംബാപ്പെ 2 ഗോളുമായി ഗോൾ വേട്ടയിൽ മെസ്സിയെക്കാളും മുന്നിലെത്തി. അത് തകർക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും മെസ്സി ആരാധകൻ എന്ന നിലയിൽ അവസാനമായി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എംബാപ്പയെ മറികടന്ന് ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ മെസ്സി ഗോൾഡൻ ബൂട്ട് കിട്ടുമോ? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടുമോ എന്നുള്ളത് ഇതൊക്കെ എന്താ പറയണ്ട, ഒരു ഭാഗ്യം എന്ന കണക്കായിരിക്കും. കാരണം അത്രക്കും ഡിഫെൻസീവ്, അത്ര ശക്തമായൊരു ഡിഫെൻസീവ് തന്നെയാണ്. പക്ഷെ അതിൽ എടുത്തു പറയേണ്ടത് മെസ്സിയുടെ അത്ര സമ്പന്നത യുവതാരങ്ങളാണ് ഡിഫൻസിൽ. കുബാസിയൊക്കെ നമുക്ക് അറിയുന്ന പോലെ 19 വയസ്സുള്ള കുബാസി ബാഴ്സലോണയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ കുബാസിയൊക്കെ ആ ഒരു സമ്പത്ത് കുറവാണ് മെസ്സിയെക്കാളും. അതൊക്കെ മെസ്സി മുതലെടുത്ത് സ്കോർ ചെയ്യാൻ മെസ്സിക്ക് പറ്റുമോ എന്ന്. പക്ഷെ ഒരു 2 ഗോളുകൾ മെസ്സി അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അടിക്കണം എന്നാണ് ആഗ്രഹം. മെസ്സി 2 ഗോളും 3 ഗോളും അടിച്ച് എംബാപ്പയെ മറികടക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് ഒരു ഫുട്ബോൾ ആരാധകൻ നില നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഒരു ഫുട്ബോളിനെ എല്ലാ കളികളും നോക്കി കാണുന്ന രീതിയിൽ അത് മെസ്സിക്കും കഠിനമായിരിക്കും. നമുക്കും അറിയാം അത് കഠിനമായിരിക്കും. പക്ഷെ മെസ്സി അടിക്കട്ടെ, ഒരു 3 ഗോൾ അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഏത് ടീം ജയിച്ചാലും ചെറിയൊരു മാർജിനിൽ, ഇന്നലത്തെ ഇംഗ്ലണ്ടും ഫ്രാൻസ് രീതിയിലേക്കൊന്നും മത്സരം ആ കളി കണ്ട ഒരു മൈൻഡ് സെറ്റിലും നമുക്ക് ഈ ഒരു ഫൈനൽ മത്സരം കാണാൻ കഴിയും.
കഴിയില്ല. ഒന്നുകിൽ ഒരു 2-1 ഒരു വിജയം ഏതെങ്കിലും ഒരു ടീം നേടും, അതും അല്ലെങ്കിൽ മത്സരത്തിൽ സ്കോർ ഇല്ലാതെ പെനാൽറ്റിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അല്ലാതെ വലിയൊരു മാർജിനിൽ ഏതായാലും അർജന്റീനയോ സ്പെയിനോ വലിയൊരു മാർജിനിൽ ജയിക്കാൻ പോകുന്നില്ല ഈ മത്സരം. മെസ്സിയുടെ നല്ല പെർഫോമൻസ് കാണാൻ തന്നെ പറ്റും. മെസ്സി ഫുൾ എഫേർട്ട് ഇട്ട് കളിക്കും. മെസ്സിക്കറിയാം ഫൈനലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെസ്സിയുടെ അവസാനത്തെ ഫൈനൽ ആവാൻ ചാൻസ് ഉണ്ട്. വേൾഡ് കപ്പിൽ ഒരു നല്ലൊരു മത്സരം. അതുകൊണ്ട് തന്നെ മെസ്സി പരമാവധി മെസ്സിയുടെ ഈ പെർഫോമൻസ് എടുത്ത് 39 വയസ്സ്, ആവറേജ് ഒരു 27 ഉള്ള ഒരു ഏജ് കാറ്റഗറി, ആവറേജ് 27 ഉള്ള ഒരു വേൾഡ് കപ്പാണ്. അതിലാണ് മെസ്സി ഒരു 39 വയസ്സുള്ള മെസ്സി ഈ പെർഫോമൻസ് നടത്തുന്നത്. അതുകൊണ്ട് ചിലപ്പോ ഒരു മെസ്സി ആരാധകൻ എന്ന നിലയിൽ മെസ്സി ഇനിയും അത്ഭുതങ്ങൾ സംഭവിച്ച് 2 ഗോൾ നേടാം, 3 ഗോൾ നേടാം. എന്തായാലും മെസ്സി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും, അർജന്റീന വിജയത്തിൽ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മറുവശത്ത് സ്പെയിനിന്റെ ആ ഒരു പ്രകടനത്തെ കുറിച്ച്, എങ്ങനെയാണ് സ്പെയിൻ ഈ മത്സരത്തെ ലാമിൻ യാമാലൊക്കെ ഫോം ആകുമോ, ലാമിൻ യാമാലൊക്കെ എങ്ങനെ ഏത് രീതിയിലുള്ള ബോക്സിനകത്ത് മുന്നേറ്റങ്ങൾ, എത്ര രീതിയിൽ അർജന്റീന ഡിഫൻസിന് അത് തടയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കളി കണ്ട് തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം മത്സരത്തിന്റെ ഇരു ടീമുകളും സ്പാനിഷുമായിട്ട് അടുത്ത ബന്ധമുള്ള താരങ്ങളാണ് ഈ ഇരു ടീമുകളിലും കളിക്കുന്നത്. സ്പെയിനിന്റെ ഭാഗത്ത് നോക്കിയാൽ തന്നെ മറുവശത്ത് അർജന്റീനയുടെ താരങ്ങളൊക്കെ ഇവര് നമുക്കറിയാവുന്നത് പഴയ സ്പാനിഷ് കോളനിയാണ് അർജന്റീന. അപ്പോൾ ഇരു ടീമുകളും വൈകാരികമായി ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പര റെസ്പെക്റ്റോട് കൂടി തന്നെ ഇരു ടീമുകൾ ഈ മത്സരത്തെ കാണും. നല്ലൊരു ഫുട്ബോൾ മത്സരം നമുക്ക് കാണാം. അധികം ഫൗളുകളോ അല്ലെങ്കിൽ അധികം ഒരു ഫിസിക്കലി ചലഞ്ചും ഒന്നും ഇല്ലാത്തൊരു ഫൈനൽ മത്സരം നമുക്ക് കാണാം. പതിവ് പോലെ മറ്റു മത്സരങ്ങൾ പോലെ നമുക്ക് വെല്ലുവിളികളൊന്നും ഈ ഫൈനൽ മത്സരത്തിന് കാണാൻ സാധിച്ചില്ല. ലാമിൻ യാമാലായാലും മെസ്സി ആയാലും പരസ്പരം റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു മത്സരമാണ്. അവരും ആ റെസ്പെക്റ്റോടുകൂടി തന്നെ മനോഹരമായ ഒരു ഫുട്ബോൾ നമുക്ക് സമ്മാനിക്കാം. മെസ്സി, നിങ്ങൾ ചോദിച്ചതുപോലെ മെസ്സി ഒരു 2 ഗോളോ 3 ഗോളോ അടിക്കട്ടെ, ഗോൾഡൻ ബൂട്ട് നേടട്ടെ. മെസ്സി അതുപോലെ തന്നെ വേൾഡ് കപ്പിലെ ഹിസ്റ്ററിയിലെ ടോപ്പ് സ്കോറർ ഒരു അടുത്ത വർഷത്തേക്കെങ്കിലും മെസ്സി നിലനിർത്തട്ടെ എന്നൊരു ആഗ്രഹമാണുള്ളത്. ശരി, എന്തായാലും മെസ്സി ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സുബിൻ നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നത്. പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചായിട്ടുള്ള സുബിൻ പാവൂറാണ് നമുക്കൊപ്പം ഫൈനൽ മത്സരത്തിന്റെ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചത്. വളരെ നന്ദിയുണ്ട് സുബിൻ.